ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഹിസ്റ്ററി പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാമത്തെ തീം തീർത്ത് അതിൻ്റെ ക്വസ്റ്റ്യനുകൾ, പ്രാധാന്യമുള്ള ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണെന്ന് പറയുകയും ചെയ്തു. ശേഷം ആറാമത്തെ തീമിലേക്ക് കയറി. ആറാമത്തെ തീം ഭക്തി സൂഫി ട്രഡീഷൻസ്, ചേഞ്ചസ് ഇൻ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് ഡിവോഷണൽ ടെക്സ്റ്റ് 8th century to 18th century. ഇതായിരുന്നു തീം 6. ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ, മതവിശ്വാസങ്ങളിലെ മാറ്റങ്ങളും ഭക്തി ഗ്രന്ഥങ്ങളും 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ഇതായിരുന്നു പഠിച്ചത്. ഇതിൽ നമ്മൾ ഇന്ത്യയിൽ ഹിന്ദുയിസം ശരിക്കും ഒരു മതമായി വളർന്ന് വരുന്നതും ആ ബ്രാഹ്മണ പാരമ്പര്യങ്ങളും തദ്ദേശീയ പാരമ്പര്യങ്ങളും സമന്വയിച്ച് ഒരേ ആരാധനാ രീതികളും ഒരേ ദൈവങ്ങളും ഇന്ത്യയിൽ ആഗമനം വരുന്നതും, ഇന്ത്യയിൽ നിന്ന് എല്ലാ ദൈവങ്ങളും വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ രൂപങ്ങളായി, ഭാവങ്ങളായി, അവതാരങ്ങളായി അംഗീകരിക്കപ്പെടുന്നതും, എല്ലാ ദേവതമാരും പാർവതിയുടെയോ ലക്ഷ്മിയുടെയോ രൂപഭേദങ്ങളായി അംഗീകരിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. അതിനകത്ത് നമ്മൾ ബൃഹത് പാരമ്പര്യങ്ങളും ലഘു പാരമ്പര്യങ്ങളും തുടങ്ങിയ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയും ചെയ്തു. ഇന്ന് പുതിയ പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, വ്യത്യാസവും സംഘട്ടനവും. രണ്ട് മത പാരമ്പര്യങ്ങൾ തമ്മിൽ, ഒരേ മതത്തിലെ രണ്ട് പാരമ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും സംഘട്ടനവും. താന്ത്രിക ആരാധനയും വൈദിക ആരാധനയും. താന്ത്രിക ആരാധനയും വൈദിക ആരാധനയും എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇവർ തമ്മിലുള്ള വ്യത്യാസവും, പിന്നീട് അത് ശൈവിസവും വൈഷ്ണവിസവും അൽവാഴ്സും നായനാഴ്സും ഒക്കെ ആയി രണ്ടായി മാറുന്നതിൻ്റെ വീണ്ടും ഒന്നിച്ച് ഒരു മതമായിട്ട്, ഒരേ ചിന്താഗതിയായിട്ട്, ഒരേ ആരാധനാ രീതിയായിട്ട് മാറുന്നതിനെക്കുറിച്ചും നമ്മൾ നോക്കും. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും ആരാധനാ രീതികളും നിലനിന്നിരുന്നു. ദ താന്ത്രിക് വർഷിപ്പ് വാസ് വൺ ഓഫ് ദം. താന്ത്രിക ആരാധനയായിരുന്നു അതിലൊന്ന്. ഇറ്റ് വാസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ദ വർഷിപ്പ് ഓഫ് ഗോഡസസ്. പലപ്പോഴും ഇത് താന്ത്രികപരമായ ദേവി ആരാധനയായിട്ട് മാറിയിരുന്നു. ഇറ്റ്സ് പ്രാക്ടീഷണേഴ്സ് ഓഫൺ ഇഗ്നോർഡ് ഡിഫറൻസസ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് റൈച്വൽസ്. ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കുന്നതിൽ ജാതി ഭേദം ഇവർ കാട്ടിയിരുന്നില്ല. അവർ ജാതി വർഗ വ്യത്യാസങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യാൻ, അവഗണിക്കാൻ ഈ താന്ത്രിക ആരാധനയുടെ ആൾക്കാർ ശ്രമിച്ചിരുന്നു. ആൾ ഓഫ് ദീസ് ഡൈവർജന്റ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ലേറ്റർ കെയിം ടു ബി കൺസിഡേർഡ് ആസ് ഹിന്ദു. ഈ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും വിശ്വസിക്കുന്നവരും എല്ലാം പിന്നീട് ഹിന്ദുക്കളായി തന്നെ അറിയപ്പെട്ടു. ദിസ് ഡിഫറൻസ് ഈസ് മോർ ക്ലിയർ ഇഫ് വി കമ്പയർ വേദിക് ആൻഡ് പുരാണിക് ട്രഡീഷൻസ്. ഈ വ്യത്യാസം നമുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വേദ പുരാണ പാരമ്പര്യങ്ങൾ തമ്മിൽ ഉള്ള മാറ്റങ്ങൾ പഠിക്കുമ്പോഴാണ്. ദ പ്രിൻസിപ്പൽ ഡൈറ്റീസ് ഓഫ് വേദിക് റിലീജിയൻ സച്ച് ആസ് അഗ്നി, ഇന്ദ്ര ആൻഡ് സോമ ലോസ്റ്റ് ദെയർ ഇമ്പോർട്ടൻസ്. വേദകാലഘട്ടത്തിലെ പ്രധാന ദൈവങ്ങളായ അഗ്നിദേവൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇന്ദ്ര ഇപ്പോഴും ദൈവങ്ങളുടെ രാജാവായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന് നമുക്കറിയാം ആരാധനാലയങ്ങളൊന്നും വിഷ്ണുവിനോടും ശിവനോടും ഒന്നും ഇല്ല. ആൻഡ് സോമ, അദ്ദേഹം ഏതാണ്ട് ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞ് ലോസ്റ്റ് ദെയർ പ്രോമിനൻസ്, ഇവരുടെയൊക്കെ പ്രാധാന്യം കുറഞ്ഞു എന്ന് പറയുന്നു. ബട്ട് ദെയർ വെർ സംടൈംസ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ അഡ്മയേഴ്സ് ഓഫ് വേദിക് ട്രഡീഷൻ ആൻഡ് ദ സപ്പോർട്ടേഴ്സ് ഓഫ് താന്ത്രിക് ഐഡിയോളജി. പലപ്പോഴും വേദ പാരമ്പര്യം ഇഷ്ടപ്പെടുന്നവരും ഈ താന്ത്രിക് ഐഡിയോളജി, താന്ത്രിക ആരാധനയിൽ വിശ്വസിക്കുന്നവരും തമ്മിൽ സംഘട്ടനങ്ങൾ, വഴക്കുകൾ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദ ഫോളോവേഴ്സ് ഓഫ് ദ വേദിക് ട്രഡീഷൻ ഓഫൻ കണ്ടംഡ് താന്ത്രിക് പ്രാക്ടീസസ്. ഈ വേദ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും ശക്തമായിട്ട് താന്ത്രിക വിശ്വാസങ്ങളിൽ ഉള്ളവരെ വിമർശിച്ചിരുന്നത്. ബട്ട് ദ ഫോളോവേഴ്സ് ഓഫ് താന്ത്രിക് പ്രാക്ടീസസ് ഓഫൻ ഇഗ്നോർഡ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ്. പക്ഷേ താന്ത്രിക പാരമ്പര്യങ്ങളുള്ളവർ മറ്റുള്ളവരെ വലുതായിട്ട് വിമർശിക്കാനൊന്നും പോയില്ല. എങ്കിലും അവര് വേദ പാരമ്പര്യത്തെ, വേദങ്ങളൊന്നും അപ്രമാദിത്വങ്ങളൊന്നും അല്ല, അതൊന്നിലൊന്നും പറയുന്നൊന്നും അല്ല സത്യങ്ങൾ എന്ന് പറഞ്ഞ് വേദ പാരമ്പര്യങ്ങളെയൊക്കെ എതിർക്കാൻ അവർ ധൈര്യം കാണിച്ചു. Their relations with other traditions such as Buddhism or Jainism also became tense.
ഇവരുടെ ബുദ്ധമതത്തിനോടും ജൈനമതത്തിനോടുമുള്ള ഇവരുടെ രണ്ടുപേരുടെയും പരിഗണനകൾ, ഇവരുടെ രണ്ടുപേരുടെയും ബുദ്ധമതത്തിനോടും ജൈനമതത്തിനോടുമുള്ള വിശ്വാസങ്ങൾ വളരെ മോശമായിരുന്നു. അപ്പോൾ രണ്ടുപേരും ആ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞു. ബുദ്ധമതത്തിനെയും ജൈനമതത്തിനെയും എതിർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭക്തി പാരമ്പര്യം ഉണ്ടായി വരുന്നത്. ദ വേർഡ് ഭക്തി മീൻസ് ഡിവോഷൻ ടു ഗോഡ്, ദൈവത്തിലുള്ള അർപ്പണമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ആത്മാർപ്പണം, ദൈവത്തിലുള്ള അർപ്പണമാണ് ഭക്തി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവോഷണൽ സറണ്ടർ ടു എ പേഴ്സണൽ ഗോഡ് ഫോർ അറ്റൈനിങ് സാൽവേഷൻ. മോചനം നേടാൻ വേണ്ടി ഒരു വ്യക്തി ദൈവം, താൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിലുള്ള പൂർണ്ണമായ കീഴടങ്ങൽ, അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം ദ എക്സ്പ്രഷൻസ് ഓഫ് ഭക്തി ടുക്ക് വേരിയസ് ഫോംസ്. ഈ സമയത്ത് ഭക്തിയുടെ രൂപഭാവങ്ങൾ വളരെ വളരെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ നേടിയെടുത്തു. ഇറ്റ് ഇൻക്ലൂഡഡ് ദ റെഗുലർ വർഷിപ്പ് ഓഫ് ഡൈറ്റീസ് വിത്തിൻ ടെമ്പിൾസ്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ വർഷിപ്പ്, പതിവായ ദൈവാരാധന, അത് ഉണ്ടായി. ഇറ്റ് ആൾസോ ടുക്ക് ദ ഫോം ഓഫ് എക്സ്റ്റാറ്റിക് വർഷിപ്പ് വെയർ ഡിവോട്ടീവ്സ് അറ്റൈൻഡ് എ ട്രാൻസ് ലൈക്ക് സ്റ്റേറ്റ്. ഇത് പലപ്പോഴും ഹർഷോന്മത്തമായ ഒരു ആരാധനയ്ക്കും ഡിവോട്ടീവ്സ്, ഇതിൽ ഉൾപ്പെടുന്ന ആ ഭക്തരെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് വരുന്ന രീതി കണ്ടുവരുന്നു. ദ സിംഗിങ് ആൻഡ് ചാൻഡിങ് ഓഫ് ഡിവോഷണൽ കോമ്പോസിഷൻസ് വാസ് ആൾസോ എ പാർട്ട് ഓഫ് സച്ച് മോഡ്സ് ഓഫ് വർഷിപ്പ്. ഭക്തി ഗാനങ്ങളുടെ ആലാപനവും ജപവും ഇത്തരം ആരാധനകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. പോയംസ് ഓഫ് പ്രയർ, ഏർലി ട്രഡീഷൻസ് ഓഫ് ഭക്തി. അപ്പോൾ ഭക്തി ഗാനങ്ങളുടെ ആലാപനം, ഇത് ഭക്തി പാരമ്പര്യങ്ങളുടെ ഒരു രീതി തന്നെയായിരുന്നു. ദ ഏർലി ട്രഡീഷൻസ് ഓഫ് ഭക്തി ഹാഡ് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യകാല ഭക്തി പാരമ്പര്യങ്ങൾക്ക് അതിൻ്റെതായ ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. ദ ലീഡേഴ്സ് ഓഫ് ഏർലി ഭക്തി ട്രഡീഷൻസ് വെയർ പോയറ്റ് സെയിൻസ്. ആദ്യകാലത്തെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെല്ലാം കവി സന്യാസിമാരായിരുന്നു, സന്യാസിവര്യന്മാരായ കവികളായിരുന്നു. ഭക്തിഗാനങ്ങൾ എഴുതുകയും അവ മനോഹരമായി ചൊല്ലാൻ കഴിയുകയും ചെയ്യുന്നവരായിരുന്നു അവരിൽ മിക്കവരും. ദ ഏർലി ഭക്തി ട്രഡീഷൻസ് ചലഞ്ചഡ് ആൻഡ് ബ്രോക്ക് ദ ഓർത്തഡോക്സ് ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസ്. അപ്പോൾ അവരിലെ ആൽവാഴ്സ് ആയാലും നായനാഴ്സ് ആയാലും ശിവനെ ആരാധിക്കുന്നവരായാലും വിഷ്ണുവിനെ ആരാധിക്കുന്നവരായാലും അവരെല്ലാവരും യാഥാസ്ഥിതിക ബ്രാഹ്മണ പാരമ്പര്യങ്ങളെ വെല്ലുവിളിച്ചു. ദ ട്രഡീഷൻസ് ഓഫ് ഭക്തി ഹാഡ് റിമാർക്കബിൾ ഡൈവേഴ്സിറ്റി. ഈ ഭക്തി പാരമ്പര്യങ്ങൾക്ക് വളരെ വലിയ ശ്രദ്ധേയമായ വൈവിധ്യം ഉണ്ടായിരുന്നു. ദ ഹിസ്റ്റോറിയൻസ് ഓഫ് റിലീജിയൻ ജനറലി ക്ലാസിഫൈ ഭക്തി ട്രഡീഷൻസ് ഇൻ ടു 2 കാറ്റഗറീസ്. മതപരമായ പഠനങ്ങൾ നടത്തുന്ന ചരിത്രകാരന്മാർ ഈ ഭക്തി ട്രഡീഷനെ 2ആയി തരംതിരിച്ചു. ഓർക്കുക 2 എണ്ണം എന്തൊക്കെയാണെന്ന്. സഗുണ ആൻഡ് നിർഗുണ. സഗുണ വിത്ത് ആട്രിബ്യൂട്ട്സ്, രൂപമുള്ളതാണ് സഗുണ. ആൻഡ് നിർഗുണ വിത്തൗട്ട് ആട്രിബ്യൂട്ട്സ്, രൂപമില്ലാത്ത. രൂപമുള്ള ദൈവവും രൂപമില്ലാത്ത ദൈവവും. ഇപ്പോൾ വിഷ്ണു എന്ന് ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു രൂപം വരുന്നുണ്ട് അല്ലേ? അപ്പം എന്നാൽ പരബ്രഹ്മം, പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ഒരു രൂപം വരുന്നുണ്ടോ? അപ്പം രൂപഭാവാദികളില്ലാത്ത, നിറഗുണങ്ങളില്ലാത്ത, നിർഗുണനായ ഒരു ദൈവത്തിനെ ആരാധിക്കുന്നവരും എല്ലാവിധ രൂപഭാവങ്ങളും മനുഷ്യപരമായ ഗുണങ്ങളുമുള്ള ദൈവത്തിനെ ആരാധിക്കുന്നവരും. ദ ആൽവാഴ്സ് ആൻഡ് നായനാഴ്സ് ഓഫ് തമിഴ്നാട്. Some of the earliest Bhakti movements originated in Tamil Nadu in South India around 6th century CE. They were led by Alvars and Nayanars. 6ാം നൂറ്റാണ്ടിൽ തന്നെ തമിഴ്നാട്ടിൽ ഭക്തി പാരമ്പര്യങ്ങൾ, ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിനെയൊക്കെ നയിച്ചിരുന്നത് ആൽവാർമാരും നയനാർമാരുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ മറക്കണ്ട, ആൽവാർമാർ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ ആരാധിക്കുന്നവരും നായനാഴ്സ് ശിവനെ ആരാധിക്കുന്നവരുമാണ്. The Alvars were devotees of Vishnu and the Nayanars were devotees of Shiva. നമ്മൾ പറഞ്ഞതുപോലെ ശിവനെ ആരാധിക്കുന്നവർ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ, ഇതങ്ങ് ശക്തമായി. വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ശിവനെ ആരാധിക്കുന്നവരെ തള്ളിപ്പറയുന്നു, ശിവനെ ആരാധിക്കുന്നവർ വിഷ്ണുവിനെ അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളിലോട്ട് പോകത്തില്ല. അതങ്ങ് ശക്തമായപ്പോഴാണ് ഈ വൈവിധ്യം അല്ലാതെ ഇറക്കാൻ വേണ്ടി കാലടിയിലെ ശ്രീശങ്കരൻ്റെ, പടത്തിൽ കാണുന്നവർ ശ്രീശങ്കരന്റെ ജനനം. അദ്ദേഹത്തിന് ഈ വ്യത്യാസം മനസ്സിലായി. വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം ശിവ വിഷ്ണു പാരമ്പര്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ശങ്കരനാരായണ സങ്കല്പം ഉണ്ടാകുന്നു. ശങ്കരനാരായണ
ഒരു പരബ്രഹ്മത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നു. നമുക്കറിയാം ശ്രീ സർമ്മശാസ്ത്ര ശ്രീ അയ്യപ്പന്റെ സ്റ്റോറിക്കകത്ത് തന്നെ ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തി ലയിച്ചാണ് അയ്യപ്പൻ എന്ന് പറയുന്ന കുഞ്ഞുണ്ടാവുന്നത്. അപ്പോഴേ ശൈവൈറ്റ് വൈഷ്ണവൈറ്റ് പാരമ്പര്യങ്ങളുടെ ഒരു യോജിപ്പാണ് നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഹിന്ദുയിസത്തിൽ വന്നിട്ടുന്ന ഈ എതിർപ്പ് തടഞ്ഞുകൊണ്ട് ഇതിനെ ഒന്നാക്കി മാറ്റാൻ വളരെ നല്ല പ്രവർത്തനം നടത്താൻ ശങ്കരാചാര്യർക്ക് കഴിഞ്ഞു. ഡ്യൂറിങ് ദിസ് ട്രാവൽസ് Alvars and Nayanars identified certain shrines as abodes of their chosen deities. Alvars നായനാഴ്സും ഇങ്ങനെ യാത്രകൾ നടത്തും, ഈ ഭക്ത യാത്രകൾ, പിൽഗ്രിമേജസ് ഇങ്ങനെ നടത്തും. പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളൊക്കെ വളരെ വിശുദ്ധങ്ങളായിട്ട് ഇവർ കണ്ടുപിടിക്കും. ചില പ്രത്യേക ദേവതകളുടെ ഇരിപ്പിടമാണ് അവിടെ എന്ന് അവർ പറയും. ലേറ്റർ ദേ ബിൽറ്റ് ലാർജ് ടെമ്പിൾസ് അറ്റ് ദീസ് സേക്രഡ് പ്ലേസസ്. പിന്നീട് അവരിവിടൊക്കെ വളരെ വലിയ ടെമ്പിളുകൾ സ്ഥാപിക്കും. ഈ ടെമ്പിളുകളിൽ നിന്ന സ്ഥലങ്ങളൊക്കെ വലിയ പിൽഗ്രിം സെന്റേഴ്സ്, തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറും. ദ സിംഗിങ് ഓഫ് ദ കോമ്പോസിഷൻസ് ഓഫ് പോയറ്റ് സെയിൻസ് ആൻഡ് ദ വർഷിപ്പ് ഓഫ് ദെയർ ഇമേജസ് ബിക്കെയിം ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടെമ്പിൾ റൈച്വൽസ് ഇൻ ദീസ് ഷ്രൈൻസ്. അപ്പൊ ഈ ടെമ്പിളുകളിലൊക്കെ ഈ പറഞ്ഞ പോയറ്റ് സെയിൻസ് അവരുടെ ഭക്തഗാനങ്ങൾ പാടുന്നത്, അവരുടെ ഇമേജസ് ഒക്കെ വെച്ചുള്ള വർഷിപ്പ് അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പോസിഷൻ ടു ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധ ജൈന പാരമ്പര്യങ്ങളെ ഇവർ എതിർത്തു. ഇവർ ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് ഭക്തി പ്രസ്ഥാനം വരുന്നത് എന്ന് കരുതി അതിലെ ചില ആശയങ്ങൾ ഇവർ ഏറ്റെടുക്കാനും തയ്യാറായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കാസ്റ്റ്, ജാതിയോടുള്ള മനോഭാവം. സം ഹിസ്റ്റോറിയൻസ് ബിലീവ്ഡ് ദാറ്റ് ആൽവാഴ്സ് ആൻഡ് നായനാഴ്സ് ഡിഡ് നോട്ട് സപ്പോർട്ട് ദ കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിനെ ഈ ആൽവാഴ്സും നായനാഴ്സും ഒരുപോലെ എതിർത്തു. ദേ വേർ റൈസ് ദെയർ വോയിസ് അഗൈൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഡോമിനൻസ് ഓഫ് ബ്രാഹ്മണാസ്. ഇവർ കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർത്തുകൊണ്ട് ബ്രാഹ്മണന്മാരുടെ മേധാവിത്വത്തിനെ അതിശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധം ഉയർത്താനും ഇവർക്ക് കഴിഞ്ഞു. ശ്രീശങ്കരനെ പോലുള്ള ആൾക്കാരെ പറ്റി നമ്മൾ അല്പം മുമ്പ് തന്നെ പറഞ്ഞു. ആദ്യം ബ്രാഹ്മണ മേധാവിത്വത്തിന് ഈ കാസ്റ്റ് സിസ്റ്റത്തിന് അനുകൂലമായിരുന്നു. പക്ഷെ പിന്നീട് പിൽക്കാല കൃതികളിലെല്ലാം ശ്രീശങ്കരൻ കാസ്റ്റ് സിസ്റ്റത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂസ് പറയുന്നത് നമുക്ക് കാണുകയും ചെയ്യാൻ പറ്റും. വിമൻ ഡിവോട്ടീവ്സ്. The most striking feature of the early Bhakti tradition was the presence of women. Early Bhakti പ്രസ്ഥാനത്തിൻ്റെ വളരെ വലിയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ സാന്നിധ്യമാണ്. ഫോർ ഇൻസ്റ്റൻസ്, ആൻഡാൽ എ വുമൺ അൽവാർ വാസ് വൺ ഓഫ് ദ ലീഡർ ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. ആണ്ടാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആൽവാർ ആണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവ്. ദ കോമ്പോസിഷൻസ് ഓഫ് ആണ്ടാൾ വെയർ വൈഡ്ലി സങ്. ഈ ആണ്ടാളിന്റെ രചനകളൊക്കെ വളരെ കൂടുതലായിട്ട് ആലപിക്കപ്പെടുന്നു. അനദർ വുമൺ കാരിക്കൽ അമ്മയാർ ആസ് എ ഡിവോട്ടീവ് ഓഫ് ശിവ. കാരിക്കൽ അമ്മയാർ ശിവന്റെ ഒരു വലിയ ആരാധകയാണ്. ദീസ് വിമൻ റിനൗൺസ്ഡ് ദെയർ സോഷ്യൽ ഒബ്ലിഗേഷൻസ്. ഈ സ്ത്രീകളെല്ലാം അവരുടെ സാമൂഹിക ചുമതലകൾ ഉപേക്ഷിച്ചിരുന്നു എന്ന് കരുതി മറ്റൊരു ഓർഡറിലോട്ട് പോകാനോ ഒന്നും അവർ തയ്യാറായില്ല. ആ ചുമതലകൾ ചെയ്തില്ല, ഭക്തകളായി അവർ ജീവിച്ചു. ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് കോമ്പോസിഷൻസ് പോസ്ഡ് എ ചലഞ്ച് ടു പേട്രിയാർക്കൽ നോംസ്. ഇവരുടെ ആ പ്രവർത്തനങ്ങൾ, ഇവരുടെ എഴുത്തുകൾ എല്ലാം തന്നെ പുരുഷാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളികൾ തന്നെയായിരുന്നു. അടുത്തതായി റിലേഷൻസ് വിത്ത് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റുമായി, രാഷ്ട്രവുമായി, രാജാവുമായിട്ട് ഉള്ള ബന്ധം. ഭക്തി പ്രസ്ഥാനത്തിനും അതിൻ്റെ നേതാക്കന്മാർക്കും സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം. There were several important chiefdoms in Tamil region in the early first millennium CE. ഈ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ, നൂറ്റാണ്ടിൻ്റെ ക്രിസ്ത്യൻ ഇറായിലെ ഫസ്റ്റ് നൂറ്റാണ്ടിൽ തന്നെ തമിഴ്നാട് പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യ മൊത്തമായിട്ടും മൂപ്പൻ വാഴ്ചകൾ, ഒരുപാട് ചീഫ്ഡംസ് ഉയർന്നു വന്നു. Including those of the Pallavas, and the states began to emerge from the second half of the first millennium, including those of the Pallavas and Pandyas. അപ്പോൾ ഈ മൂപ്പൻ വാഴ്ചകൾ പതുക്കെ വലിയ സാമ്രാജ്യങ്ങളായിട്ട്, വലിയ രാജ്യങ്ങളായിട്ട് രൂപം കൊണ്ടപ്പോൾ പല്ലവന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ ഉണ്ടായി. പല്ലവ സാമ്രാജ്യമെന്നും പാണ്ഡ്യ സാമ്രാജ്യമെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ മേജർ തീംസ് ഇൻ തമിഴ് ഭക്തി ഹിംസ് ഇസ് ദ പോയറ്റ്സ് ഓപ്പോസിഷൻ ടു ബുദ്ധിസം ആൻഡ് ജൈനിസം. തമിഴ്നാട്ടിലെ ഈ
വലിയ കീർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒന്ന് അതിനകത്തെല്ലാം ഉള്ള ബുദ്ധമതത്തിനോടും ജൈനമതത്തിനോടുമുള്ള എതിർപ്പാണ്. ദിസ് ഈസ് പർട്ടിക്കുലർലി മാർക്ക്ഡ് ഇൻ ദ കോമ്പോസിഷൻസ് ഓഫ് നായനാഴ്സ്. അത് പ്രത്യേകിച്ച് നായനാർമാരുടെ എഴുത്തുകളിൽ ഇവരോടുള്ള എതിർപ്പ് ശക്തമായിട്ട് കാണാൻ കഴിയും. ഹിസ്റ്റോറിയൻസ് ഹാവ് അറ്റംപ്റ്റഡ് ടു എക്സ്പ്ലെയിൻ ദിസ് ഹോസ്റ്റിലിറ്റി. പല ഹിസ്റ്റോറിയന്മാരും ഈ ശത്രുത എങ്ങനെ ഉണ്ടായിന്ന് എടുത്തു കാണിക്കാൻ നോക്കുന്നുണ്ട്. ഇനി ആ ചോള രാജാക്കന്മാർ അവരെന്തിനാണ് ഈ ഭക്തിപ്രസ്ഥാനത്തിനെ അനുകൂലിച്ചത് ബുദ്ധജൈന പാരമ്പര്യങ്ങൾക്കെതിരെ? അപ്പോൾ അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതിനാണ്. ദ പവർഫുൾ ചോള റൂളേഴ്സ് 9th to 13th century സപ്പോർട്ടഡ് ബ്രാഹ്മണിക്കൽ ആൻഡ് ഭക്തി ട്രഡീഷൻസ്. ശക്തരായ ചോള രാജാക്കന്മാർ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസിന് ഭക്തി ട്രഡീഷൻസിനെയും അംഗീകരിക്കാൻ തയ്യാറായി. ബൈ മേക്കിംഗ് ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് കൺസ്ട്രക്ടിങ് ടെമ്പിൾസ് ഫോർ വിഷ്ണു ആൻഡ് ശിവ. അംഗീകരിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയേ. ലാൻഡ് ഗ്രാൻഡ്സ്, അവർക്ക് ഭൂമി ദാനം ചെയ്തുകൊണ്ട്, അടുത്തതായിട്ട് അവർക്ക് ടെമ്പിൾസ് ഫോർ വിഷ്ണു ആൻഡ് ശിവ, വിഷ്ണുവിനും ശിവനും ഒക്കെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ട്. സം ഓഫ് ദ മോസ്റ്റ് മാഗ്നിഫിസന്റ് ശിവ ടെമ്പിൾസ് ഇൻക്ലൂഡിങ് ദോസ് അറ്റ് ചിദംബരം, തഞ്ചാവൂർ ആൻഡ് ഗംഗൈക്കൊണ്ട ചോളപുരം. അവർ നിർമ്മിച്ച വമ്പൻ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിദംബരം ക്ഷേത്രം തഞ്ചാവൂരിലെ, ആൻഡ് ഗംഗൈക്കൊണ്ട ചോളപുരം. ഇതൊക്കെ അവർ നിർമ്മിച്ച പ്രധാന ശിവക്ഷേത്രങ്ങളായിരുന്നു. ദ ചോള റൂളേഴ്സ് ഹാഡ് സം എക്കണോമിക് കൺസിഡറേഷൻസ് ഇൻ സപ്പോർട്ടിങ് ദ ഭക്തി ട്രഡീഷൻസ്. ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പറഞ്ഞാൽ, ഭക്തി ട്രഡീഷൻസിനെ സഹായിക്കാൻ ചോള രാജാക്കന്മാർക്ക് ചില സാമ്പത്തിക താല്പര്യങ്ങളുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സ്ട്രാറ്റജിക്കൽ മൂവ് ടു വിൻ ദ സപ്പോർട്ട് ഓഫ് ദ വെള്ളാള പെസൻസ് ഹൂ ഫോംഡ് ദ ബാക്ക് ബോൺ ഓഫ് ദ ചോള എക്കോണമി. വെള്ളാളർ എന്ന് പറയുന്ന സമൂഹം അവരായിരുന്നു അവിടുത്തെ സാമ്പത്തികമായിട്ട് ആ നാടിൻ്റെ നട്ടല്, ഏറ്റവും വലിയ കർഷകരായിരുന്നു. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർക്ക് വേണ്ടി, അവരിഷ്ടപ്പെടുന്ന ദേവന്മാർക്ക് വേണ്ടി വലിയ ആരാധനാലയങ്ങൾ നിർമ്മിച്ച് ചോളന്മാർ കൊടുത്തു. ചോള കിങ്സ് ഓഫൺ അറ്റംപ്റ്റഡ് ടു ക്ലെയിം ഡിവൈൻ സപ്പോർട്ട് ആൻഡ് പ്രൊക്ലെയിം ദെയർ ഓൺ പവർ ആൻഡ് സ്റ്റാറ്റസ് ബൈ ബിൽഡിംഗ് സ്പ്ലെൻഡിഡ് ടെമ്പിൾസ്. ചോള രാജാക്കന്മാർ ദൈവിക പിന്തുണ ആർജിക്കാൻ വേണ്ടി, ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടി, ദൈവിക പിന്തുണയുണ്ട് ജനപിന്തുണയും കിട്ടുമല്ലേ, ആയിരിക്കാം ഈ വമ്പൻ ക്ഷേത്രങ്ങൾ. കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ വമ്പൻ ക്ഷേത്രങ്ങൾ ഇത് കാരണമായിരിക്കാം ഉണ്ടായത്. ദേ ടുക്ക് ദ ഇനിഷ്യേറ്റീവ് ടു കളക്ട് ഹിംസ് ആൻഡ് ഓർഗനൈസ് ദം ടു എ ടെസ്റ്റ്, തേവാരം. ഇവരൊരു പ്രാധാന്യം കൊടുത്തു. ഇവരുടെ ഈ കീർത്തനങ്ങളെല്ലാം കൂടെ ശേഖരിച്ച് ഒരു പുസ്തകമാക്കാൻ തേവാരം എന്നുള്ള പേരിൽ ഒരു പുസ്തകം ആക്കുകയും ചെയ്തു. ചോള റൂളർ പരാന്തക ഫസ്റ്റ് ഹാഡ് കോൺസിക്രേറ്റഡ് മെറ്റൽ ഇമേജസ് ഓഫ് അപ്പർ സമ്പന്തർ സുന്ദരർ ഇൻ ശിവ ടെമ്പിൾ. ചോള രാജാവായ പരാന്തകൻ ഒന്നാമൻ ലോഹവിഗ്രഹങ്ങൾ, അപ്പറുടെയും സമ്പന്നരുടെയും സുന്ദരരുടെയും ഒക്കെ ലോഹവിഗ്രഹങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ അന്നത്തെ ജനതയെ സ്വാധീനിക്കാനും അവരുടെ കാർഷികമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതുവഴി രാജ്യത്തിന് കിട്ടാവുന്ന നികുതി വർദ്ധിപ്പിക്കാനുമുള്ള മാർഗങ്ങളായിട്ടാണ് ചരിത്രകാരന്മാർ ഇതിനെ കണ്ടിരുന്നത്. ശരി.